ഇനി ഞങ്ങളെ തോട്ടത്തിൽ നിന്ന് വെട്ടിയെടുത്ത ഒരു വെറൈറ്റി വാഴക്കുല ഇട്ടത് നല്ല പഴുത്തിട്ടുണ്ട്. ഞങ്ങളെ നാട്ടിൽ ഇതിന് കുറേ പേരുകളുണ്ട് കേട്ടോ. പാറ്റാനിക്കുല എന്ന് പറയും, അതുപോലെ മെഴുകുതിരിപ്പഴം എന്ന് പറയും, പെൻസിൽ പഴം എന്നൊക്കെ ഇതിന് പറയാം. അങ്ങനെയൊക്കെ പറയാനുള്ളൊരു കാരണം കണ്ടില്ലേ, ഇതിന്റെ കായ്കൾ വലിയ വണ്ണം ഉണ്ടാവില്ല, നമ്മളെ മെഴുകുതിരിയുടെ ഒക്കെ വണ്ണേ ഉള്ളൂ, പക്ഷെ നല്ല നീട്ടത്തിലുള്ള കേട്ടോ. നല്ല ടേസ്റ്റ് ഉള്ള പഴാട്ടത്. ടേസ്റ്റ് നമ്മൾ റോബസ്റ്റയുടെ ഒക്കെ ടേസ്റ്റ് ആണ്. നല്ല വേനലൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ നല്ല തണുപ്പും ഉണ്ടാവും, നല്ല മധുരം ഉണ്ടാവും കേട്ടോ. ഇതിൻ്റെ ഒരു പ്രശ്നമുണ്ട്, പഴുത്ത് കഴിഞ്ഞാൽ കണ്ടില്ലേ ഇതൊക്കെ അടർന്ന് പോകുന്ന, പെട്ടെന്ന് ഇതുപോലെ അടർന്ന് വീഴും. അപ്പം നല്ല പഴുക്കുന്നതിന് മുന്നേ നമ്മൾ വെമ്പേന്ന് ഇതിനൊക്കെ ഇരിഞ്ഞെടുക്കണം. പഴുത്ത് കഴിഞ്ഞാൽ ഒക്കെ ഒരുമിച്ച് കൊഴിയും. അപ്പം ഞാൻ ഇതിൻ്റെ വാഴയൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതാ ഇവിടെയാണ് നമ്മൾ നട്ടിട്ടുള്ളത്. പിന്നെ നമ്മുടെ പണി എന്ന് വെച്ചാൽ നമ്മൾ കാപ്പിത്തോട്ടത്തിൽ കാപ്പി പറിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ വാഴയുടെ കൈകളും കാര്യങ്ങളൊക്കെ നമ്മൾ അരിഞ്ഞ് കളയും. നമ്മൾ ചോല വെട്ടുന്ന പോലെ തന്നെ കണ്ടില്ലേ ഇങ്ങനത്തെ കൈകളും കാര്യങ്ങളൊക്കെ അരിയും. അങ്ങനെ അരിയുന്ന സമയത്താട്ടോ നമ്മൾ ഈ വാഴ പഴുത്തത് കണ്ടത്. അപ്പം പിന്നെ പെട്ടെന്ന് കൊല കണ്ടപ്പോൾ വേഗം വെട്ടി. ഇതാണ് ഇതിൻ്റെ വാഴ കണ്ടോ. അധികം വണ്ണമൊന്നും ഉണ്ടാവില്ല, പക്ഷെ ഇത് എപ്പോഴും നല്ല പച്ചപ്പിൽ നിൽക്കും. എത്ര ഇപ്പം നമ്മൾ ആ കൊല വെട്ടി വെച്ച വാഴയുടെ ഇല ഉണ്ടല്ലോ, അപ്പോൾ ഇതിൽ നിന്ന് വെട്ടിയതാണ്. എത്ര മൂത്ത് കഴിഞ്ഞാലും ഇല കരിയില്ല. കുറേ കഴിയുമ്പോൾ മാത്രം അടിഭാഗത്തെ ഇലകളൊക്കെ കരിയുള്ളൂ. പിന്നെ കാറ്റ് എത്ര തട്ടിയാലും അങ്ങനെ മറിഞ്ഞ് വീഴൊന്നുമില്ല, നല്ല സ്ട്രൈറ്റിൽ എപ്പോഴും നിൽക്കും. ഭയങ്കര ഉറപ്പാണ്. അത് നമ്മൾ കൊല വെട്ടിയതിൻ്റെ കേട്ടോ. കണ്ടില്ല നല്ല ഉറപ്പാണ് ഇതിലെ. അതുകൊണ്ട് എത്ര കാറ്റടിച്ചാലൊന്നും ഇത് വീഴില്ല. ഇവിടെ കുറേ കാണാം നമ്മൾ പഴുത്തത് ഇരിഞ്ഞിട്ടത് എന്താ വെച്ചാൽ കിളികൾ കഴിച്ചിട്ടോ. കുറച്ചൊക്കെ കിളികളൊക്കെ കഴിക്കട്ടെ, നമ്മൾ കാണാൻ വൈകിയത് കൊണ്ട് ഇത്രയും കിളികൾ നിന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ മൈസൂർ, റോബസ്റ്റ, ഞാലി ഇതൊക്കെ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ചെയ്യുന്നൊരു വെറൈറ്റിയും കൂടി ഇട്ടത്. കൂടുതൽ ആളുകളൊന്നും ഇവിടെ ഇങ്ങനെ കൃഷി ചെയ്യുന്നത് കാണുന്നില്ല. അപ്പോൾ ഇതാ ഈ കുലക്കേ നിങ്ങളെ നാട്ടിലൊക്കെ എന്താ പേര് പറയാമെന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞങ്ങളെ പേരുകളാണ് ഇപ്പോൾ എന്തൊക്കെ പറഞ്ഞത്. ഇതാണ് വാഴക്കുല ശരിക്കും നോക്കുക. അപ്പോൾ ഇതിന് പറയുന്ന പേരെന്താന്ന് നിങ്ങൾ എന്താ ചെയ്യുക ഒന്ന് കമൻറ്റ് ചെയ്യുക.